സംസ്ഥാനത്തെ മുഴുവൻ ബിആർസികളും ജില്ലാ SSK കേന്ദ്രങ്ങളും കർശനമായ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണമെന്ന ആവശ്യം ശക്തം. കഴിഞ്ഞ 10 വർഷമായി പല ബിആർസികളിലും ചെലവഴിച്ച തുക സംബന്ധിച്ചും സാധനങ്ങൾ വാങ്ങിച്ചത് സംബന്ധിച്ചും കൃത്യമായ കണക്കുകളില്ല എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ 10 വർഷമായി ബിആർസികളിൽ ചിലവഴിച്ച തുകയും പർച്ചേസിംഗ് കമ്മിറ്റിയും ഉപകരണങ്ങളും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളിലും ഓഡിറ്റിംഗ് ചെയ്തതിനു ശേഷം മാത്രമേ ഓഫീസുകളിൽ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ എന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി KB മനോജ് കുമാർ പറഞ്ഞു. ബിആർസികളിലേക്ക് SSK വഴി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളെക്കുറിച്ചും കൃത്യമായി അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 10 വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്ന ആളുകളാണ്. അവർ ഡെപ്യൂട്ടേഷനിൽ വന്നത് ഞങ്ങളിത് ഏറ്റെടുത്തുകൊള്ളാം, ഞങ്ങൾ നടത്തിക്കൊള്ളാം, ഞങ്ങൾ സത്യസന്ധമായി ചെയ്തുകൊള്ളാം എന്ന് അവർ സ്വയം താല്പര്യപ്പെട്ട് വരുന്ന ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയാണ്, അല്ല സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നതല്ല. ആ ഡെപ്യൂട്ടേഷനിൽ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇത്തരം ബിആർസികളിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് KPSTA പറയുന്നത്. മലപ്പുറം വേങ്ങര ബിആർസിയിൽ നിന്ന് സാധന സാമഗ്രികൾ മോഷണം പോകുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ബിആർസികളിലേക്ക് SSK വഴി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളെക്കുറിച്ചും ചിലവഴിച്ച തുകയെക്കുറിച്ചും വാങ്ങിയ ഉപകരണങ്ങളെക്കുറിച്ചുമെല്ലാം കൃത്യമായി അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. മീഡിയ 1 മലപ്പുറം.